SAP പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് എല്ലാവരെ പോലെ എനിക്കും ഉണ്ടായ സംശയമാണ് എങ്ങനെ SAP സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അതിനായുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിനായി ഡയറക്റ്റ് സർവീസ് പ്രൊവൈഡറുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ SAP സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവർ മെയിൽ ചെയ്ത് തരുന്നതാണ്. ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ കോൺടാക്ട് ചെയ്ത് റിയൽ ടൈം സെർവർ ആക്സസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് SAP സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. 4GB RAM 1GB ഡിസ്പ്ലേസ് ഉള്ളവയിലെല്ലാം സുഖമായി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ വിൻഡോസ് 7, 8, 10 എന്നിവയിലെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. എന്നാൽ വിൻഡോസ് 7, 8 പോലെയുള്ളവയിലൊക്കെ ഡോട്ട് ഫ്രെയിം നെറ്റ്വർക്ക് പോലെയുള്ള സപ്പോർട്ടഡ് ഫയൽസ് ഇല്ലാതെ SAP സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി ആദ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ഇനി നമുക്ക് SAP സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കിട്ടിയിരിക്കുന്ന സിപ്പ് ഫയൽ നമ്മൾ മെയിലിൽ പോയി ഓപ്പൺ ചെയ്യാം. ഇതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇത് നമ്മൾ ഇനി എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ഹിയർ എന്ന ഓപ്ഷനിലാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ S2 all എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫയലുകൾ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ പ്രസ് 1 എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ GUI, ഇവിടെ വിൻഡോസ് Win32, ഇവിടെ സെറ്റപ്പ് ഓൾ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. പ്രോക്സി ആപ്ലിക്കേഷൻ, ഇവിടെ നമ്മൾ S കൊടുക്കണം. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ SAP ഫ്രണ്ട് എൻഡ് ഇൻസ്റ്റാളർ എന്ന് കാണാം. അത് നമ്മൾ സെലക്ട് ഓൾ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ്. ഇപ്പോൾ നമ്മുടെ SAP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. SAP ഫ്രണ്ട് എൻഡ് ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നത്. നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്യാവുള്ളൂ. ഡെസ്ക്ടോപ്പിൽ നമുക്ക് SAP ബിസിനസ് ക്ലയന്റും SAP ലോഗോൺ എന്നിങ്ങനെ രണ്ട് യൂസർ ഇന്റർഫേസുകൾ കാണാൻ സാധിക്കും. അതിൽ SAP ലോഗോൺ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ ടൈം സെർവർ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് SAP അവിടെ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് SAP സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.